ഹലോ ഹായ്, ഞാൻ ഷീബ. എല്ലാ കൂട്ടുകാർക്കും ഷീബ റോസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഈ ഗ്രാമീണ സ്ഥലങ്ങളിലൊക്കെ പണ്ട് കാലത്തൊക്കെ വളരെ കോമൺ ആയിട്ടുള്ള ഒരു അടിപൊളി ചെടീൻ്റെ വീഡിയോനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ചെടീൻ്റെ പേര് പുല്ലാനി എന്നാണ്. ഇതാണ് ആ പുല്ലാനി പൂത്ത് നിൽക്കുന്നത് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് പുല്ലാനീനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ മക്കളെ, ഇതാണ് പുല്ലാനി എന്ന് പറഞ്ഞ ചെടി. പുല്ലാനി എന്ന് പറഞ്ഞ ചെടീൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ, ഈ ചെടി പഴയ കാലത്ത് ആളുകളൊക്കെ നല്ല ദാഹമുള്ളപ്പോഴുണ്ടല്ലോ, പിന്നെ വീടുകളിൽ നിന്നൊക്കെ അകലെയുള്ള പറമ്പുകളെയൊക്കെ ജോലി ചെയ്യുന്ന സമയത്തൊക്കെ ഒരു തുള്ളി വെള്ളം കിട്ടാത്ത സാഹചര്യമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മൂത്ത കമ്പ് വെട്ടിയാൽ അതിൽ നിന്ന് തുള്ളി തുള്ളിയായിട്ട് വെള്ളം ഇങ്ങനെ വീഴും. അപ്പോൾ വെള്ളം ഇങ്ങനെ സംഭരിച്ച് വെച്ചിട്ടുള്ള കാണ്ഡങ്ങളാണ്. അപ്പോൾ ആ വെള്ളം അവർ കുടിക്കാൻ വരെ ഉപയോഗിച്ചു എന്നാണ് പറയാറുള്ളത്. അപ്പോൾ ഇതിൻ്റെ വെള്ളം കുടിക്കാൻ ഉപയോഗിക്കാം. അപ്പോൾ ഇതിൻ്റെ കളറ് കണ്ടില്ലേ? ഇതിൻ്റെ കളർ എന്ന് പറഞ്ഞാൽ ഒരുതരം ക്രീം കളറാണെന്ന് പറയാം. ഒരു ഗ്രീനും കുറേശ്ശെ എല്ലാം കൂടി കളർന്നാണ് ശരിക്കുള്ള പൂവിൻ്റെ കളറ്. പിന്നെ അത് ഉണങ്ങി തുടങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ കളർ ഈ രീതിയിലേക്ക് മാറും. കുറച്ചുകൂടി മൂത്തൊരു കമ്പ് നമുക്ക് കാണാം. ഇനി കണ്ടോ, ഇതിൻ്റെ മൂത്ത കമ്പാണ്. മൂത്ത കമ്പിൽ ഇത് നല്ലോണം ഒരു ബ്രിക്ക് റെഡ് പോലത്തെ ഒരു കളറിലേക്ക് ഇത് വരും. ഇതിന് വേറൊരു രസകരമായ കാര്യമുണ്ട്. ഇതിൻ്റെ പൂക്കളുണ്ടല്ലോ, പൂക്കൾ നമ്മൾ ഉണങ്ങിക്കഴിഞ്ഞാൽ ആകാശത്തേക്ക് ഇങ്ങനെ പൊക്കിയിട്ട് കഴിഞ്ഞാൽ ഇതിങ്ങനെ കറങ്ങി കറങ്ങി വീഴും. അതായത് കാറ്റിന് ദൂരങ്ങളിൽ എത്താനാണ് ഈ ചെടീൻ്റെ വിത്തിൻ്റെ അനുകൂലനം. അപ്പോൾ അതുകൊണ്ട് ഇതിങ്ങനെ ആകാശത്തേക്ക് ഉയർത്തിയിട്ടാൽ കറങ്ങി കറങ്ങി ഇങ്ങനെ വീണ് കാണാൻ നല്ല ഭംഗിയാണ്. മറ്റൊരു കാര്യം, ഇതൊരു പാതി വള്ളി പോലത്തെ ചെടിയാണ്. കാണാൻ പറ്റും. ഇത് വള്ളി പോലെ അങ്ങനെ വരിക ചെയ്യുക. എന്നിട്ട് അതിങ്ങനെ മൂത്ത് വരും. മൂത്ത് വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് വള്ളിക്കുടിലുകൾ ഉണ്ടല്ലോ, അതുണ്ടാക്കാൻ ഉപയോഗിക്കാൻ പറ്റും. അത് നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈനിൽ, ഇഷ്ടപ്പെട്ട ഷേപ്പിൽ വള്ളിക്കുടിൽ പോലെ ഉണ്ടാക്കിയിട്ട് അതിങ്ങനെ മൂത്ത് വള്ളി വരുമ്പോൾ ശരിക്കും നല്ല സ്ട്രോങ് ആയ നമുക്ക് വീട്ടിൽ അല്ലെങ്കിൽ ഒരു പാർക്കിലൊക്കെ നല്ല ഭംഗിയായിട്ട് ഇരിക്കാൻ പറ്റിയ സ്ഥലങ്ങൾ ഉണ്ടാക്കാം. ചെറിയ നാച്ചുറലായ ഊഞ്ഞാലുകൾ ഉണ്ടാക്കാനൊക്കെ ഈ ചെടി അനുകൂലമാണ്. ഇതിൻ്റെ പേര് പുല്ലാനി, അതിൻ്റെ ഫാമിലി കോംബ്രറ്റേസിയ എന്നാണ് പറയുക. അതിനെ ഫ്ലോറിബണ്ട എന്നുള്ള സ്പീഷീസാണ് സാധാരണ പറയാറുള്ളത്. ഇത് കാലിക്കോപ്റ്ററിസ് ഫ്ലോറിബണ്ട, അതാണ് ഇതിൻ്റെ ശാസ്ത്രീയ നാമം. അതുപോലെ കാലിക്കോപ്റ്ററിസ് ഫ്ലോറിബണ്ട വേറെയും ചില പേരുകൾ പറയും. ഇതിനെ കോംബ്രറ്റേസിയ എന്ന ഫാമിലിയിലാണ് ഇതിനെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൻ്റെ ഇലകളാണ് ചെറിയ തോതിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ആയുർവേദത്തിൽ ചില ചികിത്സകൾക്കൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ഇതിൻ്റെ ഇലകൾ ആദ്യം തുടക്കത്തിൽ വരുന്നത് കാണാനും ഒരു ഭംഗിയുണ്ട്. അത് നമുക്കൊന്ന് കാണാൻ ശ്രമിക്കാം. ഇങ്ങനെയാണ് ഇതിൻ്റെ ഇലകൾ വരിക. ഒരു രോമാവൃതമായിട്ടുള്ളൊരു ബോഡിയാണ് പൊതുവെ. നമ്മൾ ചെറിയ കുട്ടികളൊക്കെ കളിക്കുമ്പോൾ തേയിലക്കൊളുന്ത് നുള്ളുന്ന പോലെ നുള്ളിയിട്ട് ഇത് വെച്ച് കളിക്കാറുണ്ട്. ചെറിയ പ്രായത്തിൽ നുള്ളിയെടുത്താൽ ഇലകളെ ഷേപ്പ് കൃത്യമായിട്ട് കാണാം. ഇലകൾ ഇങ്ങനെയാണ്. ഇതിനകത്ത് ചെറിയൊരു മരം പുതുതായിട്ട് വളർന്നു തന്നെ കാണാം. ഇതിൻ്റെ ഇലകൾ നോക്കിയാൽ അറിയാൻ പറ്റും. ഇതിൻ്റെ പ്രത്യേകത, ഇതിൻ്റെ നാമ്പ് വരുന്ന രീതി പ്രത്യേകിച്ച് ഈ ചെടി നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വളരെ അനുകൂലമാണ്. നാമ്പ് ഒരു രോമാവൃതമായിട്ട് ഈ രീതിയിലാണ് വരിക. നേരിയൊരു വള്ളിച്ചെടി സ്വഭാവം ഉണ്ടാവും. കമ്പുകൾ ഇങ്ങനെ വളഞ്ഞാണ് വരിക. ഈ രീതിയിൽ ഇങ്ങനെയാണ് ഇത് വലിയ മരമായിട്ട് മാറും. കിട്ടുന്നുണ്ട്. ഇനി ഇതൊന്ന് വിളിക്ക്. യെസ് അപ്പൊ ഗൈസ്, നമുക്ക് ഇതൊക്കെ കുലിക്കാവേ. അപ്പൊ ഗൈസ്, നമുക്ക് രണ്ടാക്കൂടി ഇത് കുലിക്കാം.
ഇതാണ് ഗൈസ് അതിന്റെ ഒരു ഇൻഡിവിജ്വൽ പൂവ്. ഒറ്റപ്പൂവ്, ഒരു വെറൈറ്റി കളറാട്ടോ ഈ പൂവിന്. ക്രീമാണ് ക്രീം. അപ്പൊ ഗൈസ് കുലുക്കി കഴിഞ്ഞപ്പോ എന്റെ തലയിൽ ഇത് ഇത്രയും പൂവ് വീണ കണ്ടോ ഗൈസ് തലയിൽ. അപ്പോൾ നമ്മൾ കാലിക്കറ്റോപ്റ്ററിസ് പുല്ലാണിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പുല്ലാണിൻ്റെ കുറച്ച് വലുതായ മരമാണ് ഈ കാണുന്നത്. ഇതിന് വള്ളി പോലെ എൻ്റെ കമ്പിൾ നിൽക്കുന്ന കാണാം. എന്നിട്ട് ഇങ്ങനെ നിന്ന് ഇത് നല്ല പച്ചപ്പുണ്ട്. ഇതേ രീതിയിൽ ഇത് ഇത്രയും വലിയൊരു മരം പോലെ ആയിട്ടുണ്ട്. ഇതാ എൻ്റെ കൈ വെച്ച് കഴിഞ്ഞാൽ കൈയിൻ്റെ സൈസ് വെച്ച് കമ്പയർ ചെയ്യാം. വലിയൊരു മരമായി മാറിയിട്ടുണ്ട്. കൈ വെച്ചാ അത്രയും വലിയൊരു മരമായിട്ട് വളഞ്ഞ് പൊളഞ്ഞുണ്ടായിട്ടുണ്ട്. ഇതേ രീതിയിലാണ് ഇത് വള്ളിക്കൊടിയിലാക്കി മാറ്റാൻ കഴിയും. പിന്നെ ഇതിനെക്കുറിച്ചിട്ട് പണ്ട് ഒരു നാടൻ കവിൻ്റെ പാട്ടുണ്ട്. പൂജക്ക് എടുക്കില്ല തലയിലും വെക്കില്ല പൂക്കുവതെന്തിനു പുല്ലാഞ്ഞി. ആർക്കും വേണ്ടാതെ പൂക്കുന്ന ചെടി എന്നുള്ള കാര്യം. പ്രത്യേകിച്ച് സ്മെല്ലൊന്നുമില്ല. നിങ്ങൾ നിറയെ പൂത്തുക്കണ നേരത്തെ കണ്ടല്ലോ അല്ലേ? പക്ഷെ അത് പ്രത്യേകിച്ച് സ്മെല്ലൊന്നുമില്ല. ഇതാണ് നിറയെ പൂത്ത് നിൽക്കുന്ന പുല്ലാഞ്ഞി ചെടി. അതിൻ്റെ കമ്പുകൾ ഇതാവുന്നൂടി കാണാം. ഇതാണ് നിറയെ പൂത്ത് നിൽക്കുന്നില്ല, നല്ല പച്ചപ്പോട് നിൽക്കുന്നത്. അപ്പോൾ പൂത്ത് നിൽക്കുന്നത് നമ്മൾ നേരത്തെ അവിടെ കണ്ടു. അതാണ് പുല്ലാനി മരമായിട്ട് നിൽക്കുന്നത്. വീണ്ടും കാണാം. അപ്പോൾ പുല്ലാനിൻ്റെ മറ്റും എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ പിന്നീട് കാണാം. അൺലർ ദിസ് ഈസ് ഷീബ റോസ് ചാനൽ. ടേക്ക് കെയർ. താങ്ക് യു. അപ്പോൾ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബൈ.